അപ്പം നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം, സ്തുതികളുടെ മധ്യത്തിൽ വസിക്കുന്ന ദൈവം, വീരനെ പോലെ ഇറങ്ങി വരുന്ന ദൈവം. ദൈവം എപ്പോഴാണ് ഇറങ്ങി വരുന്നത് നമ്മുടെ മധ്യത്തിൽ? നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണോ? നമ്മൾ പിറുപിറുത്തുകൊണ്ടിരിക്കുമ്പോഴാണോ? നമ്മൾ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണോ? ഏറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ അത്ഭുതം കാണുന്നത് സ്തുതിച്ച് സ്തോത്രം ചെയ്ത് ആരാധിക്കുമ്പോഴാണ്. ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലും നീ പിറുപിറുക്കാതെ, പ്രാകാതെ, ശപിക്കാതെ, തലമുടി പിച്ചി ചീന്താതെ അതിൻ്റെ നടുവിൽ എൻ്റെ കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ്. അവൻ വീരനെ പോലെ ഇറങ്ങി വരും. അവൻ അത്ഭുതങ്ങൾ അവിടെ നടത്താനിടയാകും. നിന്റെ സ്തുതിയെ അവൻ മാറ്റും. നിനക്ക് വേണ്ടി വാതിലുകളെ അവൻ തുറന്നു തരും. നിന്റെ പ്രതികൂലികൾ, നിന്റെ പ്രതിയോഗികൾ നിനക്ക് അനുകൂലമായി തിരിഞ്ഞു വരുന്ന വേദനയോടെ, നിരാശയോടെ, ഭാരത്തോടെ, പ്രത്യാശ നഷ്ടപ്പെട്ടവൻ ആരെങ്കിലും ആണെങ്കിൽ ഒരു മെഡിസിൻ ഉണ്ട്. അത് സ്തുതിയാണ്, സ്തോത്രമാണ്, ആരാധനയാണ്. നീ അങ്ങോട്ട് സ്തുതിച്ചാൽ, നീ ആരാധിച്ചാൽ, നീ പ്രാർത്ഥിച്ചാൽ ദൈവം ഇന്ന് വീരനെ പോലെ നിന്റെ മധ്യത്തിൽ ഇറങ്ങി വരാൻ പോയി.